ഗുഡ് ഈവനിങ്. നമ്മള് രാത്രി സമയത്താണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോ നമ്മളിപ്പോ ഡൊമിനിക് കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഡൊമിനിക്കും ലേഡീസ് പേഴ്സും ഒക്കെ ആയിട്ട്. നിങ്ങൾ എത്ര പേര് സിനിമ കണ്ടു? എനിക്കറിയാം കുറെ പേര് ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങളുടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഞാൻ എന്റെ പച്ചയായിട്ടുള്ള അഭിപ്രായമാണ് പറയാൻ പോകുന്നത്. എനിക്ക് മമ്മൂട്ടിയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളും ഇഷ്ടമാണ്. ഒബിയസ്ലി മോഹൻലാലിന്റെ ഫാൻ ആണെന്നുണ്ടെങ്കിലും മമ്മൂട്ടിയോടും അത്രയ്ക്ക് തന്നെ ഇഷ്ടം മനസ്സിലുണ്ട്. നമ്മളൊക്കെ 80s അല്ലെങ്കിൽ 90s കിഡ്സ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം മമ്മൂട്ടി മോഹൻലാൽ എന്തോരാണ്. ഇപ്പൊ ആ ഒരു സെറ്റപ്പിൽ നിന്നൊക്കെ മാറി. ഓക്കെ, അതൊക്കെ പോട്ടെ. ഡൊമിനിക് നമുക്ക് പച്ചയ്ക്ക് പറയാം അല്ലെ. ഡൊമിനിക് എനിക്ക് തുടക്കം ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ അതെനിക്ക് ഭയങ്കര നല്ലൊരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പിന്നെ അതിന്റെ തീം നല്ലതായിരുന്നു. പലപ്പോഴും പല സിനിമകളിലും പറഞ്ഞു പോയിട്ടുള്ള തീമാണ്. പല രീതികളിൽ ഈ ഒരു തീം സംസാരിക്കുന്നു. ഞാൻ അതിന്റെ ഇതിപ്പോ വളരെ ഇറങ്ങിയിട്ട് അധികം ദിവസം ആയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ ഒരു സസ്പെൻസ് എലമെന്റിലോട്ട് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും കുറച്ച് കഴിയുമ്പോൾ സിനിമ ഒരു ഇന്റർവെലിനോട് അടുക്കുമ്പോൾ തന്നെ ഒരു പാട്ട് സീൻ ഉണ്ട്. ആ പാട്ട് സീന് കഴിയുന്നോട് കൂടിയിട്ട് നമുക്ക് അതിനകത്ത് കഥ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാകും. നമ്മള് ഒരു സിനിമ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. പിന്നെ ഈ പടം എനിക്കറിയില്ല ആദ്യം സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ആവറേജ് മൂവിയാണ്. മമ്മൂട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ സുരേഷ് നല്ലതായിട്ട് അഭിനയിച്ചവരെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ അതിന്റെ ഷോർട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനെ വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്തിട്ടില്ല. ഈ പടത്തിന് ഇമ്പാക്ട് കൊണ്ടുവരാൻ കഴിച്ചിട്ടില്ല. കാരണം പല സിനിമകളിലും മ്യൂസിക് ഒരു സിനിമേനെ വേറൊരു തലത്തിലേക്ക് ഉയർത്താറുണ്ട്. ഈ സിനിമയിൽ അത് ചെയ്തിട്ടില്ല. ഒരു ഡിറ്റക്റ്റീവ്, കുറച്ച് കോമഡി, രസികൻ കഥാപാത്രങ്ങൾ കൊണ്ടുവന്ന് ചെയ്യുന്നു എന്നല്ലാതെ ഒരു സീരിയസ്നെസ് പല സ്ഥലങ്ങളിലും അവർ കാണിക്കേണ്ട സ്ഥലത്ത് അത് വിട്ടുപോകുന്നുണ്ട്. വളരെ സില്ലിയായിട്ട് ഒരു കേസ് തെളിയിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ആ സില്ലി ഒരു നർമ്മത്തിൽ ചാലിച്ച് ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി പോലെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാം എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ആ നർമ്മം അങ്ങടെ അത്രയ്ക്ക് ആയൂല. അപ്പൊ സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ സീരിയസും അല്ല, തമാശയാണോ എന്ന് ചോദിച്ചാൽ തമാശയും അല്ല. അങ്ങനത്തെ ഒരു പരുവത്തിലേക്ക് ആയി പടം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥേനെ നമ്മൾ എന്താ പറയാ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ പറ്റേ മോശം ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പറ്റേ മോശം ഒന്നും അല്ല. ഇതിനകത്ത് പല ക്യാരക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു അവരെയൊക്കെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോ എനിക്ക് ഇത്രയൊക്കെയാണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഇതിനകത്ത് ഒരു ഹീറോയിൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടൊരു ആള് ഒരു പെണ്ണ് വരുന്നുണ്ട്. അവര് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. പിന്നെ ഇതിനകത്തെ ഒട്ടുമിക്ക ക്യാരക്ടറുകളും തമിഴ് കലർന്ന മലയാളം സംസാരിക്കുന്ന ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. അത്ര സുഖകരമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതിന്റെ അപ്പുറത്തേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട്? എന്റെ പൊന്നു ബായ് ഷാംസൊക്കെ ഷാംസോ അവരൊക്കെ എന്തൊക്കെയാ എനിക്ക് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് അറിയില്ല. ആരുടെ റിവ്യൂസ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു സംഭവം വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ പിന്നാലൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്. എല്ലാവരും കാണണം കേട്ടോ, മറക്കല്ലേ. പിന്നെ എനിക്കറിയാം നമുക്ക് 100 പേരെ, ഒരു 150 പേരൊക്കെ നമ്മുടെ വീഡിയോക്ക് കാണണം. കൂടിപ്പോയി 1000 പേര്. എന്നാലും അടുത്ത് വരുന്ന വീഡിയോ നിങ്ങൾ കാണണം, കണ്ടിരിക്കണം. അത് സ്പെഷ്യലാണ് കേട്ടോ. അപ്പൊ ശരി, അപ്പൊ ബൈ ബൈ.